ഇന്നോവേഷൻസിൻ്റെ ബി.ടെക് ലെറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത് മിസലേനിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. പല വകയായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് ഷുഡ് ഹാവ്, അതേപോലെ തന്നെ കുഡ് ഹാവ്. ഇത് നിങ്ങൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയായിട്ട് പറയുന്നുണ്ട് ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷുഡ് ഹാവ് അതേപോലെ കുഡ് ഹാവ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ചരിത്രത്തെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എല്ലാ വലിയ പതനങ്ങൾക്ക് ശേഷവും മനുഷ്യർ പറയുന്ന വാക്യങ്ങളിൽ ഒരുപാട് കണ്ടുവരുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. ചെയ്യാമായിരുന്നു, ചെയ്യണമായിരുന്നു. കുഡ് ഹാവ്, ഷുഡ് ഹാവ്. അപ്പോൾ എന്താണ് ഈ ഷുഡ് ഹാവ് അതേപോലെ തന്നെ കുഡ് ഹാവ് എന്നുള്ളത് അറിയണം അല്ലേ? ഓക്കെ, ഇവിടെ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല, അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഷുഡ് ഹാവ്. ഇതിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു പക്ഷേ ചെയ്തില്ല, ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഐ ഷുഡ് ഹാവ് ഡൺ. ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അവൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ആണെങ്കിലോ ഷീ ഷുഡ് ഹാവ്, അല്ലെങ്കിൽ അവൾ പോയാൽ മതിയായിരുന്നു, അന്ന് തന്നെ അവൾക്കത് പോയാൽ മതിയായിരുന്നു അവിടെ നിന്ന്. ഷീ ഷുഡ് ഹാവ് ഗോൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. ഇനി അടുത്തത് എന്താണ് കുഡ് ഹാവ് എന്നുള്ളത്. കുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞത് ഞാനങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ ഒരു ബാധ്യതയായിരുന്നു അത്, പക്ഷേ ഞാൻ ചെയ്തില്ല. ആ ബാധ്യത എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, ഞാൻ ചെയ്യേണ്ടതായിരുന്നു. കുഡ് ഹാവ് ആണെങ്കിലോ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നിട്ടും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ പറയില്ലേ. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ, എനിക്ക് നിന്നെ തല്ലാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല അല്ലേ, അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല. ഐ കുഡ് ഹാവ് ഡൺ. എടാ എനിക്ക് പൈസ തരാൻ കഴിയുമായിരുന്നു നിനക്ക്, പക്ഷേ ഞാൻ തന്നിട്ടില്ല കേട്ടോ. ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്, ഐ കുഡ് ഹാവ് ഗിവൺ യു ദ മണി. ഓക്കെ, അതാണ് ഐ കുഡ് ഹാവ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ കുഡ് ഹാവും അതേപോലെ തന്നെ ഷുഡ് ഹാവ്. എമ്പുരാൻ.